ഇല്ല, ഇതിപ്പോ മറ്റുള്ളവരുടെ ഫീഡ്ബാക്ക് അറിയാനുള്ള എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ എല്ലാവരും. ഒരുപാട് ചാലഞ്ചസ് ഈ സിനിമയുടെ ഷൂട്ടിങ്ങിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇങ്ങനെ ബിഗ് സ്ക്രീനിൽ കാണുമ്പോഴാണ് അതിന്റെ ഒക്കെ ഒരു ഫലം നമുക്ക് കിട്ടുന്നത്. അപ്പോ അത് കാണുന്ന പ്രേക്ഷകർക്ക് എനിക്ക് 23rd റിലീസ് ചെയ്യുകയാണ്. സോ അത് കാണുന്ന പ്രേക്ഷകർക്കും ഈ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ആസ്വദിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ശരിക്കും ഇതിലിപ്പോ സിനിമ കാണുന്നവർക്ക് അറിയാം. ഇതില് എല്ലാവരും ഒരേപോലെ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ ചിലപ്പോ ഒരുപക്ഷെ ഞാൻ കുറവായിരിക്കും ചെയ്തിരിക്കുന്നത്. അപ്പൊ അത്രയും ഹാർഡ് വർക്ക് എല്ലാവരും ഇട്ടിട്ടുണ്ട്. സോ അതിന്റെ ഒക്കെ റിസൾട്ട് ആണ് സ്ക്രീനിൽ കാണുക. അത് പ്രേക്ഷകർക്ക് ആസ്വദിക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഫൈറ്റ് സീക്വൻസസ് നല്ല പവറാണ്. നല്ലതായിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതാ ബോഡി ലാംഗ്വേജിലും അറിയാനുണ്ട്. എല്ലാരും വളരെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ റിയലി വെയിറ്റിംഗ് ടു സീ ഇവർ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. സൈജുനെ ഐ തിങ്ക് ടെക്നിക്കലി നമുക്ക് എല്ലാവർക്കും ഒരുപാട് കാലമായിട്ട് പരിചയമുള്ള എഡിറ്ററാണ്. ആൻഡ് നമ്മളൊക്കെ വളരെ അടുത്ത് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇറ്റ്സ് റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു സീ വാട്ട് ഹി ഹാസ് ഡൺ. യെസ്, മേക്കിംഗ് ഡെഫിനറ്റ്ലി വളരെ വളരെ പുതിയതാണ്. ഐ തിങ്ക് ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ഫുട്ടേജ് ഫിലിം ആണെന്ന് തോന്നുന്നു. സോ ഇറ്റ്സ് വളരെ പുതിയ എക്സ്പീരിയൻസ് ആണ്. അത് തന്നെ കരുതി അത് തന്നെ മനസ്സിൽ വെച്ച് വന്ന് കാണുകയാണെങ്കിൽ he'll take you on a trip. And Shabu's script beautifully done. It's not easy writing a script for a footage film. പുതിയ വളരെ പുതിയതാണ്. ആൻഡ് മഞ്ജു ചേച്ചി ഹാറ്റ്സ് ഓഫ് ടു ഹെർ. ഇങ്ങനെ ഒരു ഫസ്റ്റ് ടൈം ഡയറക്ടറിന്റെ ഒരു ഡ്രീം അതേപോലെ നിന്ന് അവർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള രീതിയിൽ ഒരു പ്രൊഡക്ഷൻ പിന്നിൽ നിന്ന് മൂവി ബക്കറ്റ് ചെയ്തിട്ടുള്ളത് ഇസ് അമേസിംഗ് ടു സീ മഞ്ജു ചേച്ചി ഡൂയിങ് ദിസ്. ആൻഡ് ഹെർ റോൾ ബ്യൂട്ടിഫുൾ. ഹോൾ മൂവി ഈസ് ആൻ എക്സ്പീരിയൻസ്. തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമയാണ്. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. സിനിമ ഭയങ്കര ടെക്നിക്കലി ഭയങ്കര അപ്പീലിംഗ് ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു സീരിയസ് ഫിലിം വ്യൂവേഴ്സിന് കുറച്ച് കൂടുതൽ അപ്പീലിംഗ് ആയിരുന്നു. ടെക്നിക്കലി ഭയങ്കര രസമുള്ള സിനിമ. പിന്നെ ഭയങ്കര ബ്രേവ് സിനിമ. ഇപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു കോണ്ടന്റ് ആലോചിച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു സിനിമ ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടല്ലോ, അത് ഇമ്മൻസാണ്. എനിക്കൊന്ന് സൈജുവിന്റെ ആ ടെക്നിക്കൽ ക്വാളിറ്റി ഉള്ള ഒരാൾക്ക് മാത്രം പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ. അത് ടെക്നിക്കലി ബ്രില്യൻ്റ് ആണ്. ബ്രേവാണ്. പെർഫോമൻസ് ഭയങ്കര രസമുണ്ട്. പ്രത്യേകിച്ച് മഞ്ജു ചേച്ചി ഇങ്ങനത്തെ ഒരു പരിപാടി പഠിച്ചിട്ടില്ലല്ലോ. അപ്പൊ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ആക്ഷൻ സീക്വൻസസ് ആണ്. ഫൈറ്റ് ഒക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കര വാൻപൊളിയാണ്. ഭയങ്കര റിയലാണ്. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അടിപൊളിയാണ്. ഫുൾ ആയിട്ട് ഒരു പാക്കേജ് ആയിട്ട് ഇപ്പോഴാണ് കാണുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പോഴാണ്. ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഫുൾ ആയിട്ട്. സോ വെരി എക്സൈറ്റഡ്. 23rd in theaters കാണണം. എല്ലാവരും വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പക്ഷെ ഇനി ഒബ്വിയസ്ലി ഓഡിയൻസ് പറയണം. I'm very happy. ഒരുപാട് സന്തോഷം. I'm feeling very grateful. ദൈവത്തിനോടും എൻ്റെ ടീമിനോടും ഫാമിലിയോടും I'm so thankful and grateful. ഇത്രയും വലിയൊരു മൂവിയിൽ എനിക്കൊരു ഭാഗമാകാൻ കഴിഞ്ഞു. ആൻഡ് ദാറ്റ് ഭയങ്കര എക്സ്പെരിമെന്റൽ മൂവി ആയിരുന്നു ഇത്. സോ ഇറ്റ് വാസ് നോട്ട് ഈസി. ഭയങ്കര ബുദ്ധിമുട്ടും ഒരുപാട് ഡിഫിക്കൽട്ടീസും ഷൂട്ടിംഗ് സമയത്തൊക്കെ ഇറ്റ് വാസ് വെരി ഹാർഡ്. പക്ഷെ എന്നാലും ഇപ്പൊ കാണുമ്പോൾ unrealistic. I'm so glad and thankful to the team. അത് പറയില്ല, നിങ്ങൾ കണ്ടറിയാൻ. ബട്ട് ഇറ്റ്സ് ത്രില്ലർ മൂവിയാണ് ആക്ച്വലി. പക്ഷെ ഇതിന്റെ ജോണർ ആക്ച്വലി ഫൗണ്ട് ഫുട്ടേജ് ആണ്. സോ അതിന്റെ വ്യൂയിങ് എക്സ്പീരിയൻസ് ആയിരിക്കും ഓഡിയൻസ് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ പോകുന്നത്. എക്സ്പീരിയൻസ് ഓഫ് ദ മൂവി, വാച്ചിങ് ദിസ് മൂവി ഇസ് ഗോയിങ് ടു ബി വെരി ഡിഫറെന്റ്. ഒരു നോർമൽ മൂവി കാണുന്ന പോലെ ആയിരിക്കില്ല, ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. അതെന്തായാലും തിയേറ്റർ തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു സൗണ്ട് ആണെങ്കിലും എല്ലാം കൊണ്ടും ഇറ്റ്സ് വെരി ഡിഫറെന്റ്. അത് തിയേറ്റർ തന്നെ വന്ന് കാണും. അങ്ങനെ പേടി ഐ ഡോണ്ട് നോ റിയലി അബൌട്ട് ദാറ്റ്. ഐ തിങ്ക് നമ്മൾ ഓൾറെഡി ഇപ്പം സർട്ടിഫിക്കറ്റ് പറഞ്ഞ സ്ഥിതിക്ക് ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ അവരുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് ദേ ക്യാൻ ഇഫ് ദേ വാണ്ട് ഇറ്റ്സ് ദെയർ ചോയ്സ്.
അവരുടെ ചോയ്സാണ് കൊണ്ടുവരണോ കിഡ്സിനെ കൊണ്ടുവരണോ വേണ്ടയോ എന്നുള്ളത്. ബട്ട് നമ്മുടെ സൈഡിലുള്ള റെസ്പോൺസിബിലിറ്റി വാസ് ഓൺലി ടു ടെൽ ദി പീപ്പിൾ ദാറ്റ് 18+ ആണ്. പിന്നെ ഐ തിങ്ക് ബാക്കിയുള്ള ദൈവത്തിന്റെ കയ്യിലും ഓഡിയൻസിന്റെ കയ്യിലും തന്നെയാണ്. അടിപൊളി എല്ലാവരും വിശാഖ് പിന്നെ ഗായത്രി ഡയറക്ഷൻ ക്യാമറ വർക്ക് സൗണ്ട് എല്ലാം പൊളിയാണ് അടിപൊളിയാണ് ഒരു ഫിലിം ഫുട്ടേജ് ബേസിക്കലി ഈ ജോണർ ഇന്ത്യയിൽ അങ്ങനെ ആദ്യമായിട്ടാണല്ലോ അപ്പം അത് അങ്ങനത്തെ ഒരു പരിപാടി എടുക്കാൻ പ്രേമിച്ച ഡയറക്ടറിന് ഹാറ്റ്സ് ഓഫ് ഭയങ്കര നല്ല ഐഡിയ ആണ് സൂപ്പർബായിട്ട് ഫുൾ ഓഫ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അടിപൊളി കൺഗ്രാറ്റ്സ് അത് ഇങ്ങനെ എടുക്കാൻ ഒരു ധൈര്യം വേണമെങ്കിൽ ഇതൊരു പടം ഫുൾ ഓഫ് ചെയ്യാൻ ടെക്നിക്കലി ബ്രില്യൻ്റ് ആണ് പടം അതേ അനുകേഷം ഒന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ലൈക്ക് ഇൻ എ ഗുഡ് വേ. കാരണം തിയേറ്ററിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു BGM ഒന്നുമില്ല. ഇറ്റ്സ് ആക്ച്വലി റോ ഫുട്ടേജ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ ഒരു സൗണ്ട് ഡിസൈൻ ഭയങ്കര എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള സൗണ്ട് ഡിസൈൻ ഉണ്ട്. ആൻഡ് ഐ തിങ്ക് യു ഗൈസ് ഷുഡ് എക്സ്പീരിയൻസ് ഇറ്റ് ഇൻ ഡോൾബി അറ്റ്മോസ് തിയേറ്റർ വിത്ത് എ റിയലി നൈസ് പ്രൊജക്ഷൻ. കാരണം ഫ്രെയിംസ് ആണെങ്കിലും ഫ്രെയിംസ് ഇൻ ദ സെൻസ് ദ ഹോൾ ഷൂട്ട് ആണെങ്കിലും വിഷ്വൽസ് ആണെങ്കിലും സൗണ്ട് ഡിസൈൻ ആണെങ്കിലും ഇറ്റ്സ് റിയലി റിയലി ഗുഡ്. പിന്നെ പെർഫോമൻസസ് ഓൾസോ അതിനെ കുറിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. മഞ്ജു ചേച്ചിനെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിൽ കാണുന്നത്. അതിന്റെ ഒരു വെറൈറ്റി കൂടി ഉണ്ട്. ഇറ്റ്സ് എ റിയലി നൈസ് എക്സ്പീരിയൻസ് ഇൻ ദ തിയേറ്റർ. I was this close to throwing up. അപ്പോൾ it was a really good experience. അല്ല അങ്ങനെയല്ല, മോഷൻ സിക്നസ് ഉള്ളവർക്ക് അത് ട്രിഗർ ആവാനുള്ള സാധ്യത ഉണ്ട്. കാരണം സ്റ്റേബിൾ വിഷ്വൽസ് നമ്മൾ ഇങ്ങനത്തെ ഒരു എക്സ്പെരിമെന്റ് മലയാളം സിനിമയിൽ അതിന് മുമ്പ് കണ്ടിട്ടില്ല. അതായത് ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത മറ്റേ നോർമൽ ഫിലിം മേക്കിങ്ങിന്റെ നോംസ് എല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു CCTV അല്ലെങ്കിൽ ഒരു നോർമൽ വ്ളോഗിംഗ് ക്യാമറയിൽ എടുക്കുന്ന ഫുട്ടേജ് പോലത്തെ സംഭവം വെച്ചിട്ടാണ് ടോട്ടൽ പടം ഓടുന്നത്. അപ്പോൾ അതിന്റെ ഒരു അഡ്ജസ്റ്റ് ആവാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് തുടക്കത്തിൽ ഫീൽ ചെയ്തായിരുന്നു. പക്ഷെ വൺസ് ഐ വാസ് അഡ്ജസ്റ്റഡ് ടു ഇറ്റ്, സെക്കൻഡ് ഹാഫ് വാസ് വെരി ഗുഡ്. ഐ മീൻ ആ ഒരു ഇതിൽ ഇമോഷണൽ ഫീൽ കറക്റ്റ് ആയിട്ട് പോയായിരുന്നു. നൈസ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മള് ഈ OTT-യിലും അല്ല അന്യഭാഷ ചിത്രങ്ങളൊക്കെ ഒരുപാട് കാണുന്നവരാ. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു എക്സ്പെരിമെന്റൽ മൂവി മലയാളത്തിൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ പ്രേക്ഷകർക്കും അത് ഇഷ്ടമാവും. പ്രത്യേകിച്ച് തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ അതിന്റെ ഒരു എക്സ്പീരിയൻസ് അത് ഭയങ്കര വലുതാണ്. ടെക്നിക്കലി ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള മൂവിയാണ്. അപ്പം തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. കാണുന്ന എല്ലാവർക്കും അത് ഇഷ്ടമാവുന്നതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി എനിക്ക് പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പെർഫോമൻസ് നന്നായിട്ട് ഇഷ്ടമായി. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് ഫിലിം എന്ന് പറയാൻ പറ്റില്ല, കാരണം മലയാളത്തിന്റെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ളവരാണ്. അപ്പോൾ അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഫസ്റ്റ് ഫിലിമിൽ നമുക്ക് പിന്നെ പുള്ളിയുടെ ഫസ്റ്റ് ഫിലിം എന്ന് പറഞ്ഞാൽ ആരും ചിലപ്പോൾ വിശ്വസിച്ചെന്ന് വരത്തില്ല. കാരണം ടെക്നിക്കലി പുള്ളി ഓൾറെഡി മലയാള സിനിമയിൽ കുറേ വർഷമായിട്ട് എഡിറ്റഡായിട്ടുള്ള ആളാണ്. സോ പുള്ളി ആ സിനിമ ചെയ്യുമ്പോൾ പുള്ളിയുടെ മനസ്സിലുണ്ട് ആ സിനിമ എന്താന്നുള്ളത്. ആ മനസ്സിലുള്ളത് അതേപോലെ തന്നെ നമുക്ക് തിയേറ്ററിൽ സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും. അത് വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. അധികം മലയാളത്തിൽ കാണാത്ത രീതിയിലുള്ള ഒരു സിനിമയാണ്. അപ്പം ഇറ്റ്സ് അനദർ ഒരു എക്സ്പെരിമെന്റ് ദാറ്റ്സ് മലയാളം ഇസ് ഡൂയിങ്. അപ്പോൾ ഞാൻ എല്ലാവരും കണ്ട് ട്രൈ ചെയ്യാം. പരീക്ഷണ ചിത്രം എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ല അങ്ങനത്തെ. മീൻസ് നമ്മൾ മലയാളത്തിൽ കാണാത്ത തരത്തിലുള്ള ഒരു സിനിമ. അത് നമ്മൾ ഒട്ടും സേഫ് ചോയ്സസ് അല്ല അവർ എടുത്തേക്കുന്നത്. അപ്പം അത് ഈ സബ്ജക്റ്റിനോട് അത്രത്തോളം നീതി വരുത്തിക്കൊണ്ട് ഉള്ള ഫിലിം മേക്കിംഗ് ആണ്. ആൻഡ് ഐ തിങ്ക് ദ ഫിലിം മേക്കിംഗ് ഇസ് ടെറിഫിക്, ലൈക്ക് വെരി ഗുഡ് ഫിലിം മേക്കിംഗ്. ഇങ്ങനത്തെ സിനിമകൾ ഉണ്ടാകുന്നത് നല്ലതാണ്. അപ്പം ഓൾറെഡി നമുക്ക് ഇത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമകൾ വന്ന ഒരു കൊല്ലമാണ്. അത് എക്സ്ട്രീംലി കമേഴ്ഷ്യലായിട്ട് ഹിറ്റ് ആയിട്ടുള്ള സിനിമകളുണ്ട്. ആ കൂട്ടത്തിൽ ഏതൊരു സിനിമ വരുന്നത് ഒരു നല്ല രസമുള്ള ഒരു കാര്യമായിട്ട് തോന്നി. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ടൈമാണെന്ന് തോന്നുന്നു. ഏറ്റെടുക്കുമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ആക്ച്വലി എക്സൈറ്റഡ് ആണ്. പടം ഇറങ്ങിയിട്ട് എന്തായിരിക്കും റെസ്പോൺസ് എന്ന് അറിയാം. ഞാൻ എക്സൈറ്റഡ് ആണ്. എന്തോ വെരി ബ്യൂട്ടിഫുൾ, അടിപൊളിയായിരുന്നു. ഇപ്പൊ സൗണ്ട് ആണെങ്കിലും ക്യാമറ മിക്കപ്പോഴും ആക്ടേഴ്സിന്റെ കയ്യിൽ തന്നെയായിരുന്നു. പിന്നെ മൊത്തത്തിൽ ദ മേക്കിംഗ് ചോയ്സസ് വർ വെരി ഇൻട്രസ്റ്റിംഗ്. I really enjoyed it. മഞ്ജു ചേച്ചി അടിപൊളിയായിരുന്നു. അല്ല എനിക്കത് പറയണമെങ്കിൽ നമ്മൾ പടത്തിനെ കുറിച്ച് പറയേണ്ടി വരും. അതുകൊണ്ട് ഒന്നും പറയുന്നില്ല. നമ്മൾ ഈ അടുത്ത് കാണാത്ത രീതിയിലുള്ള മഞ്ജു ചേച്ചി. അപ്പോൾ അത്
വെരി വെരി ഗുഡ്. ഞാൻ ഈ പടത്തിന്റെ തുടക്കം മുതൽ ഇതിനെ കുറിച്ച് അറിയുന്ന ആളാണ്. അപ്പൊ അവരിട്ട എഫേർട്ട് 100% പടത്തിൽ കാണാറുണ്ട്. നമ്മൾ ഇതുവരെ സിനിമയില് മലയാളത്തിൽ എസ്പെഷ്യലി കാണാത്തൊരു ഫോർമാറ്റിൽ തന്നെയാണ് പടം ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഇമേഴ്സീവ് ആണ്. എന്തായാലും തിയേറ്റർ വാച്ചാണ്. അതിന്റെ ഫോർമാറ്റ് ആണ്. നമ്മൾ ഇതുവരെ കഥ കേട്ട് പരിചയമില്ലാത്തൊരു ശൈലിയിൽ അത് പറഞ്ഞ രീതിയാണ്. ഉറപ്പായിട്ട് തന്നെയാണ്. ആണല്ലോ, നമ്മളിപ്പോ നമ്മളായിട്ട് ഇനി പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്നാൽ ആക്ച്വലി നമ്മൾ ഇതുവരെ കാണാത്തൊരു ഷെയ്ഡിലാണ് പുള്ളിക്കാരി ചെയ്തേക്കുന്നത്. നമ്മൾ ഹോളിവുഡിൽ കാണുന്ന പോലത്തെ ഒരു ഹീറോ ഇല്ല, പക്ക ആ മെറ്റീരിയൽ തന്നെയാണ്. ഉറപ്പായിട്ടും ഇത് അങ്ങനെ കണ്ടാൽ മാത്രമാണ് നമുക്ക് അതിന്റെ ഒരു ഫീല് കിട്ടുള്ളൂ. തിയേറ്ററിൽ തന്നെ കണ്ട പടം. ഇല്ല, സൈജുവേട്ടന്റെ ഫസ്റ്റ് ഡയറക്ടോറിയലാണെന്ന് പറഞ്ഞാലും മലയാള സിനിമയിലെ ടോപ്പ് എഡിറ്റർ ആൻഡ് ടെക്നീഷ്യൻ തന്നെയാണ് പുള്ളി. അപ്പം അതിന്റെ എല്ലാ കഴിവുകളും അതിന്റെ അത് കാണാം. ഉറപ്പായിട്ടും. ഓക്കെ, താങ്ക് യു. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല ക്യാമറയാണ്, നല്ല സൗണ്ടാണ്. ടോട്ടലി ടെക്നിക്കലി ഭയങ്കര ഹൈ ആയി നിൽക്കുന്ന സിനിമയാണ്. ഇല്ല, കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ത്രൂ ഔട്ട് ഇങ്ങനെ ഒരു ഹോം ഫുട്ടേജ് മൂവിയൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ഫ്രഷാണ് പടം. അങ്ങനെ നമ്മൾ ചിത്രം പരീക്ഷണം എന്നൊന്നും പറയാനില്ല. ഇത് നമ്മൾ പുതിയൊരു സാധനം കാണുന്ന അവരെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എന്താ പറയാല്ലേ, പരീക്ഷണം ഇത്രയൊന്നും പറയൂ. എല്ലാ ചിത്രവും പരീക്ഷണമല്ലേ? പരീക്ഷണം അങ്ങനെ പറയാം. അല്ല, വേറൊരു എക്സ്പെരിമെന്റൽ സാധനമായിരിക്കും. കാരണം നമ്മൾ സ്ഥിരം കണ്ടു വന്ന ഒരു 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 ഗ്രാമറുള്ള പടമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായൊരു കൺസെപ്റ്റിലുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ അത് തിയേറ്ററിൽ വരുമ്പോൾ നമ്മൾ എന്ത് പുതിയത് കൊടുക്കുന്നു അത് കാണാനേ നമുക്ക് ആൾക്കാർക്ക് തിയേറ്ററിലേക്ക് വരാൻ പറ്റുള്ളൂ. ബാക്കി ഇപ്പൊ OTT ഇത്ര സജീവമായിട്ടുള്ളത് കൊണ്ട് പുതിയ എന്തെങ്കിലും പരിപാടി ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ അത് ഈ പടത്തിൽ തീർച്ചയായിട്ടും അല്ല, ഫാമിലി അത് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഒരു പടത്തിന് നമുക്ക് അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും പടം സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് വർക്കാവുന്ന തന്നെയാണ്. അല്ലെങ്കിൽ ഗംഭീരം. കാരണം ഇതിന്റെ ഒന്നും നോക്കാനില്ല, ഇത് ആരാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത് എന്ന് നോക്കിയത് തന്നെ അനുരാഗ് കശ്യപാണ്. അപ്പം അതുകൊണ്ട് തന്നെ പുള്ളി അങ്ങനെ ഒരു ചെറിയ പടം മലയാളത്തിൽ പ്രസന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇത് ടെക്നിക്കലി നമ്മൾ ഇതൊക്കെ വായിക്കുമ്പോൾ തന്നെ എല്ലാ ടെക്നീഷ്യന്മാരും ഗംഭീര ടെക്നീഷ്യന്മാരാണ്. അതിന്റെ ക്വാളിറ്റി പടത്തിന് തീർച്ചയായും കൊണ്ടുപോയി തന്നെയാണ് പടം കണ്ടപ്പോൾ മനസ്സിലായത്.